നിധി, താങ്കൾ കേട്ടുകാണും പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയതുപോലെ തന്നെ 9 ഇനങ്ങൾക്ക് കാർഷിക മേഖല ഉൾപ്പെടെ 9 മേഖലകൾക്ക് സമഗ്രമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ജനങ്ങളുടെയും സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ അതിദ്രുത വേഗത്തിലുള്ള വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ബജറ്റാണ് അവതരിപ്പിച്ചതെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. എങ്ങനെയാണ് ഈ ഒരു ബജറ്റിനെ താങ്കൾ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. 2024-25 ഫെബ്രുവരി മാസത്തിൽ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ വോട്ട് ഓൺ അക്കൗണ്ടിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും ഈ സമ്പൂർണ്ണ ബഡ്ജറ്റിൽ വന്നിട്ടില്ല എന്നാണ് ഒരു ഏകദേശ രൂപം വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ബജറ്റിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മേഖലകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു വ്യക്തമായ അല്ലെങ്കിൽ വിശദമായ ഒരു ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുന്ന അവസരത്തിൽ ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ഗ്ലോബൽ ആഗോള സ്ഥിതിയെപ്പറ്റി പറഞ്ഞു. അതിൽ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതി, അത് അതിവേഗം വളരുന്ന സമ്പദ്ഘടനയാണ്. നമുക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടുണ്ട്. അത് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളർച്ചയും അതേപോലെ തന്നെ ദീർഘകാല വികസനവും ഇന്ത്യൻ സമ്പദ്ഘടനയിൽ കൈവരിക്കാൻ എന്നുള്ളതിനെപ്പറ്റി ഉള്ള ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് ധനകാര്യമന്ത്രി 24-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് തൊഴിലവസരങ്ങൾക്കും നൈപുണ്യ വികസനത്തിനും വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മുന്തിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിന് ഏകദേശം 4 കോടി യുവാക്കൾക്ക് അടുത്ത 4 വർഷം കൊണ്ട് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ഏകദേശം 2 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിൽ 2024-25 ഏകദേശം 1.4 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും ധനകാര്യമന്ത്രി പറയുന്നുണ്ട്. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് വഴി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് പല കാര്യങ്ങളിലും പറയുന്നുണ്ട്. അത് MSMEയിൽ പറയുന്നുണ്ട്, എഡ്യൂക്കേഷനിൽ പറയുന്നുണ്ട്, അങ്ങനെ പല മേഖലകളിലും പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പൂർണ്ണ രൂപം വരാത്തത് കൊണ്ടാണ് ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ ശ്രീ എന്നേരി, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സാമ്പത്തിക പരിഷ്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. ഒരു സമഗ്രമായ വികസനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ യുവാക്കൾക്ക്, വിദ്യാഭ്യാസത്തിന്, സ്ത്രീകൾക്ക്, അപ്പം കർഷകർക്ക്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തോന്നുന്നു ഈ സാമ്പത്തിക പരിഷ്കരണം. അത് പ്രത്യേക മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പരിഷ്കരണം, ഒരു വികസിത രാജ്യത്തിലേക്കുള്ള ഒരു കുതിപ്പിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ യുവാക്കളെ അത്രത്തോളം മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസന നയങ്ങൾക്ക് തന്നെയാണ് രൂപം കൊടുക്കുന്നത്. ഈ അവരുടെ ആദ്യമായി ജോലിക്ക് കയറുന്ന യുവാക്കൾക്കടക്കം 1 മാസത്തെ ശമ്പളം കേന്ദ്രം നൽകും എന്നടക്കമുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഒരു ഭാവിയെ, ഒരു സത്വരമായ ഒരു ഭാവിയെ, ഒരു പ്രകാശമാനമായ ഒരു ഭാവിയെ, ഒരു സമ്പൂർണ്ണമായ വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു ഭാവിയെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട്? നമ്മൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അതായത് വിദ്യാഭ്യാസമുള്ള യുവാക്കളുടെയും യുവതികളുടെയും തൊഴിലില്ലായ്മയാണ്. അതിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ധനകാര്യമന്ത്രി പറയുന്നത് 4 ലക്ഷം യുവാക്കൾക്ക് 4 വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കും, അതിനുവേണ്ടിയുള്ള വിഹിതം മാറ്റിവെച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വരും തലമുറയ്ക്കുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകും. അതും ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. ആ തുടർച്ചയായ അല്ലെങ്കിൽ വരും തലമുറ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ്. കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഗ്രോത്ത് എഞ്ചിനാക്കി മാറ്റും എന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ മറ്റ് ഭരണകൂടങ്ങളൊക്കെയും ഈ NDA സർക്കാർ ഒഴികെയുള്ള സർക്കാരുകളൊക്കെയും എല്ലാ കാലത്തും ഈ കിഴക്കൻ
രാജ്യങ്ങളെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത്തരം സംസ്ഥാനങ്ങളിലേക്ക് സമഗ്രമായ വികസനം കടന്നു വരികയും അവിടുത്തെ ജനങ്ങളെ പോലും ഭാരതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് അവർക്കുള്ള എല്ലാ വികസന സാധ്യതകളും തുറന്നിടുകയും ചെയ്തു. അത് തന്നെയാണ് ഈ ബജറ്റിന് നമുക്ക് പ്രകടമാകുന്നത്, വ്യക്തമാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ ഒരു പിന്നോക്ക സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും. അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ കിഴക്കൻ സംസ്ഥാനങ്ങൾ പിന്നോക്ക സംസ്ഥാനങ്ങളാണ്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് വളരെ പിന്നോക്കം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ തൊഴിലില്ലായ്മയ്ക്ക് വളരെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റി താമസിക്കുന്ന പ്രദേശമാണ് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ആ കിഴക്കൻ സംസ്ഥാനങ്ങളെ നമ്മുടെ ഗ്രോത്ത് എഞ്ചിനാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ വരും തലമുറയിലെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും എന്നും ധനമന്ത്രി ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് എടുത്തിട്ടുണ്ട്, വെസ്റ്റ് ബംഗാൾ എടുത്തിട്ടുണ്ട്, ബീഹാർ എടുത്തിട്ടുണ്ട്, അങ്ങനെ ആസാം, ഹിമാചൽ പ്രദേശ് അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ അവരോട് പറയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പവർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും റോഡ് കണക്ടിവിറ്റിക്ക് വേണ്ടിയും എയർപോർട്ടുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയും മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനും വേണ്ടി മുൻഗണന കൊടുക്കും എന്നാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2024-25 ബഡ്ജറ്റിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന വികസന സൗകര്യം. ഏകദേശം 11 ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ 11 ലക്ഷം രൂപ മാറ്റിവെക്കുന്ന അവസരത്തിൽ പറയുന്നത് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏകദേശം 25,000 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പുതിയതായിട്ട് സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അത് നമ്മുടെ ഏകദേശം GDP-യുടെ ഏകദേശം 3-5% വരും ഈ 11 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന കാര്യം ആസാം, ഹിമാചൽ പ്രദേശ് പറയുന്ന സംസ്ഥാനങ്ങളിലെ ഈ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന അവസരത്തിൽ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥ മാറ്റി അവരുടെ ഗ്രോത്ത് എഞ്ചിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസന നയങ്ങൾക്ക് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ. തീർച്ചയായിട്ടും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ രണ്ടാമത്തെ തോന്നു കഴിഞ്ഞാൽ കാണുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾക്കും സ്കിൽ ഡെവലപ്മെൻറ്റും ഉണ്ട്. അല്ലെ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിൽ അധിഷ്ഠിതമായ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് നേരത്തെ പറഞ്ഞതുപോലെ 4 വർഷത്തേക്ക് 4 കോടി ജനങ്ങൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും. അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. 2024-25 തന്നെ ഏകദേശം 1.4 ലക്ഷം കോടി രൂപ ചെലവഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ 9 മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് 2024.